ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു കാർ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. മോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ തന്നെ XD04 എന്ന് പറഞ്ഞിട്ട് ഡ്യുവൽ നോബ് വരുന്ന ഒരു 4GB 64GB ആൻഡ്രോയിഡ് കാർ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ഇത് ആൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതാണ്. അൺബോക്സ് ചെയ്യാൻ മീൻസ് ബോക്സിൻ്റെ ഒരു സീലുണ്ടായിരുന്നു, ആ സീലൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വാറണ്ടി കാർഡ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ നമ്മുടെ ഡീലർ സ്റ്റാമ്പ് ചെയ്ത് തരുമൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് വാറണ്ടി കാർഡ് എടുത്ത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിസ്റ്റം ഓൺ ചെയ്യുക, ബാക്കി പാർട്സ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഈ ഒരു ഡിവൈസിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നമ്മുടെ മോക്കോ XD04ൻ്റെ ഈ ബോക്സ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. പവർഫുൾ ആൻഡ്രോയിഡ് മൾട്ടിമീഡിയ പ്ലെയർ, സ്ക്രീൻ സൈസ് 11.5 ഇഞ്ചസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക്കേഷൻ 4GB 64GB എന്ന് കൊടുത്തിട്ടുണ്ട്. 360 ബേർഡ് വ്യൂ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ ഇതിൽ ഈ ബോക്സിൽ ഇൻക്ലൂഡഡ് അല്ല, അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം. ദെൻ 2K സ്ക്രീൻ, 5G ഹോട്ട്സ്പോട്ട്, 4V പ്രീ ഔട്ട്, മെറ്റൽ ഫ്രെയിം, QLED, RCA 5.1 ഔട്ട്പുട്ട്, 4x52 വാട്ട് മോസ്ഫെറ്റ്. അതായത് നമുക്ക് 52 വാട്ട് നമുക്ക് ഔട്ട്പുട്ട് സ്പീക്കേഴ്സിലോട്ട് കിട്ടും. അതായത് RCA ഔട്ട്പുട്ട് അല്ല, ഡയറക്റ്റ് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് 52 4 ചാനലിൽ കിട്ടും. പിന്നെ 4G ഇൻ്റർനെറ്റ് ഇൻസൈഡ്, അതായത് നമുക്ക് 4G സിംസ് നമുക്കിതിൽ ഇടാൻ പറ്റും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ ഇതേപോലെ തന്നെ 4GB 64GB 360 ചാറ്റ് കാര്യം പറയാൻ മറന്നു. നമുക്ക് ChatGPT സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് 1 ഇയറിലേക്ക്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഡിവൈസിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. 4GB റാമാണ്, 64GB റോം, QLED സ്ക്രീൻ, റെസൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 8 കോർ 2.1 GHz പ്രോസസ്സറാണ് വരുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5 വരുന്നുണ്ട്. കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, HD ടച്ച് സ്ക്രീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഫ്രെയിമാണ് വരുന്നത് കൊടുത്തിട്ടുണ്ട്. 4G ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ 5G ഹോട്ട്സ്പോട്ട്, DSP ജെനുവിൻ 32 ബാൻഡ് DSP ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഹൈ പാസ്, ലോ പാസ്, ടൈം അലൈൻമെൻറ്റ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുമെന്ന് കൊടുത്തിട്ടുണ്ട്. 5.1 ചാനൽ ഔട്ട്പുട്ട്, 5.1 ചാനൽ ഔട്ട്പുട്ട് എന്ന് കൊടുത്തിട്ടുള്ളത് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് അല്ല കേട്ടോ. 5.1 ചാനൽ RCA പ്രീആംബ് ഔട്ട്പുട്ട് നമുക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ സ്പീക്കറൊക്കെ ആഡ് ചെയ്തിട്ട് വേറെ ഒരു എക്സ്റ്റേണൽ ആംപ്ലിഫയർ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ നമുക്ക് 4x52 വാട്ട് മോസ്ഫെറ്റ് ഔട്ട്പുട്ട് കിട്ടും. അതായത് ആംപ്ലിഫൈഡ് ആയിട്ട് 52 വാട്ട് 4 ചാനൽ പെർ ചാനൽ 52 വാട്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ സബ് വൂഫ് കൺട്രോൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. പ്രീ ഔട്ടിന് നമുക്ക് 4V ഔട്ട്പുട്ട് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട്സ് 360 സെക്യൂരിറ്റി സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് 360 ക്യാമറാസ് ഇല്ല, ബട്ട് 360 ക്യാമറ സപ്പോർട്ടഡ് ഡിവൈസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ആൻഡ്രോയിഡ് വേർഷൻ 10 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. HD ക്യാമറ സപ്പോർട്ട് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഡൈനാമിക് ഈക്വലൈസർ ഉണ്ടെന്ന്. ദെൻ ഡ്യുവൽ USB പോർട്ട് ഉണ്ട്. IPS ഡിസ്പ്ലേ, ഹൈ റെസൊല്യൂഷൻ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ടെന്നും കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കിതിൻ്റെ ഇമ്പോർട്ടഡ് ഡീറ്റെയിൽസും അതേപോലെ തന്നെ MRP കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 59,900 ആണ് MRP കൊടുത്തിരിക്കുന്നത്. ബട്ട് അതല്ല, നമുക്ക് റീറ്റെയിലായിട്ട് കിട്ടുന്ന പ്രൈസ് വേറെയാണ്. നിങ്ങളുടെ അടുത്തുള്ള മോക്കോ ഡീലറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാവും. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള മോക്കോൻ്റെ ഡീലറെ കോൺടാക്ട് ചെയ്യുക. ഞാനിത് പർച്ചേസ് ചെയ്തത് കോയമ്പത്തൂരുള്ള BC കാർ ഡെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ആൾറെഡി ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വാറണ്ടി കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആൾറെഡി ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ മാറ്റി വയ്ക്കാം. ദെൻ നമുക്ക് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് ഏറ്റവും മുകളിൽ വരുന്നത്. അതിൻ്റെ ഒരു മെറ്റൽ ഫ്രെയിം അല്ല, ഇത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് മെറ്റൽ ഫ്രെയിമാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കത് എടുത്ത് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ
XD04 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് കാർ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഫുൾ മെറ്റൽ ബോഡിയൊക്കെയാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള കണക്റ്റേഴ്സ് ടെർമിനൽസൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഡ്യുവൽ നോബ് ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഫർദർ ഡിഗിങ്ങിൻ നമുക്കൊരു ഫ്രെയിം വന്നിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ വെഹിക്കിളിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രെയിം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് XUVക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ XUV 500 ആണ് വണ്ടി. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ XUV 500ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാൻവസും വാങ്ങിച്ചിട്ടുണ്ട് ഫ്രെയിമിൻ്റെ കൂടെ തന്നെ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ OE ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ആഫ്റ്റർ മാർക്ക് ഹെഡ് യൂണിറ്റിൽ എനേബിൾഡ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാൻവസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. ഈ മോക്കോ ബ്രാൻഡിൻ്റെ അല്ല വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ബോക്സിനകത്ത് നമുക്ക് ഈ ബോക്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിനകത്തൊരു ബഞ്ച് ഓഫ് വയേഴ്സാണ് വരുന്നത്, വേറെ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കി നോക്കാം. ഒരു ആൻറ്റിന ഉണ്ട്. ദെൻ ഇതൊരു GPS-ൻ്റെ ആൻറ്റിന വരുന്നുണ്ട്. ദെൻ ഫ്രണ്ട് ഫേഷ്യൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് സ്ക്രൂസ് വരുന്നുണ്ട്. ദെൻ ഇത് സിംഗിൾ റിയർ വ്യൂ ക്യാമറ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ളൊരു കണക്ടർ വരുന്നുണ്ട്. ദെൻ നമുക്ക് പ്രീ ഔട്ടുകളൊക്കെ വരുന്ന ഒരു ഇതാണ് തോന്നുന്നു. പിന്നെ നമുക്ക് 4G സിമ്മും ഇടാനുള്ള ഒരു സ്ലോട്ടും കൂടെ വരുന്നൊരു കേബിൾ കിറ്റ് വരുന്നുണ്ട്. ദെൻ ഇത് റിയർ ഔട്ടുകളും പിന്നെ സെൻറ്റർ ഔട്ടും വരുന്ന ഒരു കണക്ടർ വരുന്നുണ്ട്. ദെൻ നമുക്ക് ഒരു സിംഗിൾ USB, ഡബിൾ USB, അതായത് 2 USBകൾ വരുന്നുണ്ട്. ഇതെന്താണ്, ഇത് നമുക്ക് നമ്മുടെ ഡിവൈസിൻ്റെ മൈക്രോഫോണാണ്. അതായത് നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള മൈക്രോഫോണാണ്. ദെൻ ഇത് നമ്മുടെ 4G സിമ്മിൻ്റെ ആൻറ്റിന ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മോക്കോ XD04 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടോ. 4 ദിവസം നമ്മൾ യൂസ് ചെയ്ത് നോക്കി. നല്ല പെർഫോമൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാനും അവിടെ ബാക്കിലിരുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവനും വീഡിയോയിൽ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ XD04 വിത്ത് 360 കിറ്റാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പം ഞാനിതിൽ കാർപ്ലേ ആണ് എടുത്തിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ദെൻ 360 ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് 360 വിത്ത് ഫ്രണ്ട് ക്യാമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി ഇത് 360 ബാക്ക് ക്യാം ആൻഡ് ഇത് ബോത്ത് സൈഡ്സ് കാണുന്നത് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ മോക്കോ XD04നെ കുറിച്ചിട്ടുള്ള ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ നമ്മുടെ താഴെ കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിലൂടെയും നമ്മളെ അറിയിക്കാവുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.